പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. ധീവര സഭയുടെ പരിപാടിയാണ് ആദ്യം ഉദ്ഘാടനം ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക വിമാനം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണിത്. അല്പസമയത്തിനകം അദ്ദേഹം ധീവര സഭയുടെ പരിപാടിയിൽ പങ്കെടുക്കാനായി മറൈൻ ഡ്രൈവിലെത്തും. അവിടെ നിന്നാണ് റോഡ് ഷോ അടക്കമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കലൂരിലാകും റോഡ് ഷോ ഉള്ളത്. നവമി ദിനേശും എൽദോ പോൾ പുതുശ്ശേരിയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വലിയ ആവേശത്തിലാണ് രാവിലെ മുതൽ പ്രവർത്തകർ. നവമി, എൽദോ, ഇപ്പോൾ ആ ആവേശം ഈ ഉച്ചവെയിൽ അങ്ങോട്ട് അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ കൃത്യമായി ഇപ്പോഴും ആ ആവേശം തന്നെ കാണാനുണ്ടോ? ഉറപ്പായിട്ടും രഞ്ജിത്ത്, ആ പ്രവർത്തകരുടെ ആവേശം അത് ഏതൊരു വെയിലിലും വാടാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ വെയിലത്ത് വാടുന്നതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണാനുള്ള അവരുടെ ആവേശമെന്ന് NDA പ്രവർത്തകർ വിളിച്ചു പറയുന്നുണ്ട്. അതിന്റെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ ക്യൂ ഇങ്ങനെ നീണ്ട് അങ്ങനെ ചുറ്റി വളഞ്ഞു പോവുകയാണ്. അവിടെ ആ പ്രധാന കവാടം നോക്കുക. അവിടെ നമ്മൾ കാണുന്ന തലയെണ്ണങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയും എത്രമാത്രം വലിയ തോതിലുള്ള പ്രവർത്തകരുടെ ഒരു വലിയ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തി. എന്നാണെങ്കിലും പ്രവർത്തകർ ഈ പൊരിവെയിലെത്തും ആവേശം ഒട്ടും ചോരാതെ ആ വേദിയിലേക്ക് കയറുകയാണ്. ആദ്യ വേദി, അതായത് പദ്ധതികൾ 10,800 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ വേദി പൂർണ്ണമാണ്. അതിലെ കസേരകളെല്ലാം ഫില്ലായി. ഇതേ തുടർന്ന് ഇപ്പോൾ NDAയുടെ വേദിയിലേക്ക് ആളുകളെ കയറ്റുകയാണ്. അതായത് ഈ പ്രവർത്തകർ കയറുന്ന ഈ വേദി വഴി അകത്തേക്ക് കയറിയാൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത് ഒരുപക്ഷെ കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തി എല്ലാവർക്കും അറിയാം. റോഡിൽ നിന്ന് സ്റ്റേഡിയം വരെ ഏതാണ്ട് ഒരു 200-250 മീറ്റർ ദൂരമുണ്ട്. ആ മീറ്റർ ദൂരത്തിലാണ് രണ്ട് സൈഡിലും ബാരിക്കേഡുകൾ കെട്ടി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നത്. ആ റോഡ് ഷോയുടെ സാഹചര്യമാണ് ഉള്ളത്. എന്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ പ്രിയങ്ക, ചലച്ചിത്ര താരം പ്രിയങ്ക ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് പ്രിയങ്ക പറയുന്നത്? അത് വേറെ ഒന്നുമില്ല, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരെയല്ലേ, അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി. ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണ് എറണാകുളത്ത്. അപ്പൊ അദ്ദേഹത്തെ കാണണം എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി വന്നതാണ്. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. മോദി ഭക്തയാണോ? ഭക്തി എന്തിനാണ് നമ്മൾ ആരാധിക്കുന്ന ഒരാളാണോ ഭക്തിക്കണം? നമ്മൾ ഭക്തിക്കണം അതല്ല, അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ചോദ്യം തന്നെ തെറ്റാണ്. ഭക്തിക്ക് ഒരാളെ നമ്മൾ വ്യക്തിപരമായി ഭക്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് സ്നേഹമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ കാണുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശമുള്ളൂ. അതെ, എനിക്ക് ഒരു നിലപാടിനോട്, എന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. എന്റെ നിലപാട് എന്നും മുന്നിൽ നിൽക്കും. പിന്നെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. വരുന്നു, കാണുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും കാണണ്ട. BJPയുടെ പ്രത്യേകത എന്തിനാണ് മാഷേ? ഇതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ വരുന്നത്. ആര് ക്ഷണിക്കുന്നത്? നമുക്കൊരു പൗരനല്ലേ, നമുക്ക് ആവശ്യമില്ലേ? കാണാൻ ആഗ്രഹമുണ്ടോ, വന്ന് കാണാം. അത്രേ ഇതിനകത്ത് പ്രതീക്ഷിക്കുള്ളൂ. ഓക്കെ, പോയിട്ട് വരാം. ഈ സമയമില്ല. ഓക്കെ, അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല, രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നുള്ള പ്രതികരണമാണ് നടി പ്രിയങ്ക നൽകിയത്. എന്നാലും നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലഘട്ടമാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മാനങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്ത്, ഈ നമ്മുടെ ക്യാമറമാനെ തപ്പ് വരുന്നത് എന്താണെങ്കിലും നമ്മുടെ ഈ പ്രവർത്തകരുടെ തിരക്ക് ഒരു തരത്തിൽ കുറയുന്നില്ല. കാണുന്നത് പോലെ ഒരുപാട് റോഡ് ഫുള്ളായി. കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡ് ഏറെക്കുറെ പൂർണ്ണമായി നിശ്ചലാവസ്ഥയാണ്. ഇനിയും ആളുകൾ 25,000 മുതൽ 50,000 പേര് വരെയാണ് ഈ വേദികളിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നത് എങ്കിൽ ഇക്കുറി അത് അതിലും കൂടുതലാണ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിൽ കൂടുതൽ പേരെയാണ് ഇപ്പോൾ നമുക്ക് ഈ വേദിക്ക് പുറത്ത് കാണാൻ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള പ്രധാന ഈ റോഡിലെ ജനത്തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്ന പ്രവർത്തകരെയാണ് കാണുന്നത്. അതിന് മാത്രം പ്രവർത്തകർ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്നുള്ള ഈ NDA മുന്നണിയിലെ ഘടകകക്ഷികളുടെ ഉൾപ്പെടെ ഉള്ള ബസ്സുകൾ, 2020യുടെ ബസ്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. BDJന്റെ ബസ്സുകൾ കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം അവരുടെ പ്രവർത്തകരുമായിട്ടാണ് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിക്കായി NDA പ്രവർത്തകരെ അണിനിരത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് ആ പ്രധാന NDAയുടെ വേദിക്ക് മുന്നിലുള്ള പ്രധാന കവാടം. ആ കവാടത്തിന് മുന്നിൽ ഇപ്പോഴും ഒരുപക്ഷെ ഇവർക്കൊക്കെ അകത്തേക്ക് കയറാൻ കഴിയുമോ എന്നുള്ള സംശയം പോലും എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം ആളുകൾ ഈ പുറത്ത് ഇപ്പോഴും കാത്തു നിൽക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി എത്തി എന്നുള്ള ആവേശകരമായിട്ട് വാർത്ത അവർ ഏറ്റുവാങ്ങുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എന്താ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്? വലിയ ആവേശമാണ്. എൽദോയിലേക്ക് വരാം. ആ ആവേശം തുടരട്ടെ, അങ്ങനെ തുടരട്ടെ. ഒരുപാട് ആളുകൾ എൽദോയുമായി സംസാരിക്കാൻ നിൽക്കുകയാണ്. ഒരു 2 മിനിറ്റ് സമയം തരണം. ഒരു കമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.